നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. നമ്മള് ഒരു രാഷ്ട്രീയ വിലയിരുത്തലിന് വേണ്ടിയിട്ട് വന്നതാണ്. അതെ. കേരളം ആര് ഭരിക്കും? ഇടതുപക്ഷം തന്നെ. ഇടതുപക്ഷം ഭരിക്കും. ഈ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ മികച്ച മന്ത്രിയായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് ആരാണ്? എന്റെ നാട്ടുകാരനായ ശ്രീ ആര്യാട് മുഹമ്മദ് ആയിരുന്നു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി. അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്, ഒരു ബൈറ്റ് ഉണ്ടാവും, ഈ KSRTC ഒക്കെ പൂട്ടിക്കെട്ടാൻ പോവാണ്, നിക്കാൻ പോവാണ്. ആ പ്രസ്ഥാനം അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞത് താങ്കളുടെ നാട്ടുകാരനായ മുൻ മന്ത്രി ആര്യാട് മുഹമ്മദ്. 90 കോടി റുപ്യോളം നഷ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഭവം ഇന്ന് ഏകദേശം ലാഭത്തിൽ ഓടുന്നുണ്ട്. അത് ഗണേഷ് കുമാറിന്റെ ഒരൊറ്റ കഴിവ് തന്നെയാണ്. മലപ്പുറം ജില്ല എന്നാണ് പറഞ്ഞത്. പത്തനാപുരം MLA, കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ KB ഗണേഷ് കുമാർ. അതെ, നമ്മൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യം അയാൾ ഉണ്ടായിട്ടില്ല. നേരിട്ട് കാണാൻ ഗണേഷ് കുമാറെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതെ, ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ആഗ്രഹം നമുക്ക് സാധിക്കാം മിനിസ്റ്റർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അതെ, വരട്ടെ. അപ്പം എന്താണെങ്കിലും ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ KB ഗണേഷ് കുമാറാണ് മികച്ച മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒന്നിക്കൊന്ന് മെച്ചം. എല്ലാവരും അതുപോലെ തന്നെ മികച്ചൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഗണേഷ് കുമാർ തീർച്ചയായിട്ടും. ഗണേഷ് കുമാർ അവിടെ ജയിക്കാൻ പാട്ടും പാടി ജയിക്കും. അവിടെ അദ്ദേഹത്തിന്റെ ഒരു എതിർ സ്ഥാനാർത്ഥി ഭയങ്കര പ്രഗത്ഭനാണ്, ചാമക്കാല ഭയങ്കര സ്വാധീനം ചെലുത്തുന്ന ആളാണെന്നൊക്കെ. അതൊന്നും അവിടെ ഏൽക്കൂല. അത് ഗണേഷ് കുമാറിന്റെ മണ്ണാണ്. അവരെ മണ്ണാണ്. അവര് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കണ്ട ഈ KSRTC മാത്രം മതി. അതുപോലെ KSRTC മാത്രം മതി ഗണേഷ് കുമാർ ജയിക്കാൻ. തീർച്ചയായിട്ടും ജയിക്കും. നല്ല ഭൂരിപക്ഷത്തില് അദ്ദേഹം ഇപ്പൊ എത്ര ഭൂരിപക്ഷം ഉണ്ടോ അതിന് ഡബിൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. വീണ്ടും നേരത്തെ ഡബിൾ ഭൂരിപക്ഷത്തിൽ KB ഗണേഷ് കുമാർ ജയിക്കുന്നുള്ളതാണ് ഫിറോസ് ഖാൻ നിലമ്പൂരിൽ നിന്ന്. അദ്ദേഹം ജയിക്കും ചെയ്യും. വീണ്ടും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആവും ചെയ്യും. അതാണ്. നിങ്ങളെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് നന്ദി.